ഈ ഇറച്ചിച്ചോറെന്നൊക്കെ പറയുന്നത് പോലെ നമുക്ക് കുഞ്ഞൻ ഉരുളക്കിഴങ്ങും അതുപോലെ തന്നെ കാടമുട്ടയൊക്കെ വെച്ചിട്ട് പെട്ടെന്ന് ഒരു എന്താ പറയുക കിഴങ്ങ് മുട്ടച്ചോറ് ഉണ്ടാക്കിയെടുക്കാവേ. ഇതൊരു 2 പേർക്ക് കഴിക്കാനായിട്ട് പറ്റുന്ന അളവിലായിട്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. നമ്മുടെ നോർമൽ റേഷനരി ചോറില്ലേ അത് വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. ആദ്യം തന്നെ കുഞ്ഞൻ ഉരുളക്കിഴങ്ങ്, ബേബി പൊട്ടറ്റോയും അതുപോലെ കാടമുട്ടയൊക്കെ പുഴുങ്ങി നമ്മൾ തോല് കളഞ്ഞെടുക്കണം. പിന്നെ ഒരു ചെറിയ സവാള, ഒരു തക്കാളി, കുറച്ച് വെളുത്തുള്ളി, കുറച്ചെന്ന് പറയാനായിട്ട് ഒരു 3-4 അല്ലി വെളുത്തുള്ളി ചതച്ചതുകൂടെ, പച്ചമുളക് കൂടെ വേണം കേട്ടോ. അതുകൂടെ എന്നിട്ടൊന്ന് എണ്ണയിൽ വഴറ്റിയെടുത്താൽ മതി. വെളിച്ചെണ്ണയിലാണ് നമ്മൾ വഴറ്റിയെടുക്കുക. ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ നമ്മൾ ഈ സമയത്ത് ചേർത്ത് കൊടുക്കണേ. പിന്നെ പ്രത്യേക ഒരു കാര്യമുണ്ട് കേട്ടോ, നമ്മൾ ഈ മുട്ടയും കിഴങ്ങൊക്കെ പ്രത്യേകിച്ച് ഫ്ലേവർ ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട് മാഗി ക്യൂബ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നു. മാഗി ക്യൂബിൽ ഉപ്പുള്ളത് കൊണ്ട് നമ്മൾ അഡീഷണൽ ഉപ്പ് ചേർക്കുമ്പോൾ ശ്രദ്ധിച്ച് വേണം ചേർക്കാനായിട്ട്. നോക്കി ആവശ്യത്തിന് മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഇതൊക്കെ ഒന്ന് വാടി വഴണ്ട് വരുമ്പോഴത്തേക്ക് മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ഗരം മസാലപ്പൊടി, അതുപോലെ തന്നെ കുരുമുളക് പൊടി മാഗി ക്യൂബോടെ ചേർത്ത് ഇളക്കി യോജിപ്പിക്കണം. കൂട്ടത്തിൽ കുറച്ച് വെള്ളം കൂടെ ചേർത്ത് മിക്സ് ചെയ്യണം. കൂടെ തന്നെ ബേബി പൊട്ടാറ്റോയും എഗ്ഗും കൂടെ ചേർത്ത് യോജിപ്പിച്ച ശേഷം നമ്മുടെ റേഷനറി ചോറൂടെ ചേർത്ത് ഇളക്കി നമ്മുടെ ബേബി പൊട്ടാറ്റോ കാടമുട്ട റൈസ് റെഡി ആയി കിട്ടും. സൂപ്പർ ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ചോറ് വേറെ കറി വേറെ അങ്ങനെയൊക്കെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റാത്ത അവസരങ്ങളൊക്കെ ഉണ്ടാവത്തില്ലേ, നമ്മൾ തനിച്ചാവുന്നത്, നമുക്ക് തിരക്കേറിയ ദിവസങ്ങളൊക്കെ, അങ്ങനെയൊക്കെ വരുന്ന സന്ദർഭങ്ങൾ ഉണ്ടാക്കാൻ പറ്റിയ ഒരു അടിപൊളി റൈസാണ് കേട്ടോ ഇത്. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാവേ.